ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജയന്തി സമ്മേളനം സംഘടിപ്പിച്ചു. KPMS കരുനാഗപ്പള്ളി അയണിവേലിക്കുളങ്ങര കേശവപുരം 14 നമ്പർ ശാഖയാണ് ജയന്തി സമ്മേളനം നടത്തിയത്. KPMS അയണിവേലിക്കുളങ്ങര കേശവപുരം 14 നമ്പർ ശാഖയുടെ നേതൃത്വത്തിലാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജയന്തി സമ്മേളനം സംഘടിപ്പിച്ചത്. CR മഹേഷ് MLA ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ശുദ്ധവും നീതിയുക്തവുമായ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ എന്ന മഹാരാജ്യം ഇന്ന് നിലനിൽക്കുന്നത് മഹാനായ അംബേദ്കർ കാരണമാണ്. അത് പറയുമ്പോൾ അതിശയോക്തിയല്ല. ഒരുപാട് നിയമങ്ങൾ ജനാധിപത്യത്തിലെ മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ പോലും കശാപ്പ് ചെയ്യുന്ന തരത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് എടുക്കപ്പെടുമ്പോൾ അല്പമെങ്കിലും ആശ്വാസമാകുന്നത് എഴുതപ്പെട്ട ഒരു ഭരണഘടന ഉള്ളതുകൊണ്ടാണ്. ലോകത്തൊരിടത്തും ഇതുപോലെ ദൃഢമായി എഴുതി വെച്ച ഒരു ഭരണഘടന ഉണ്ടായിട്ടുണ്ട്. അതൊരു സുപ്രഭാതത്തിൽ ഇപ്പോഴത്തെ ഭരണാധികാരികൾ ചെയ്യുന്നത് പോലെ ദോശ ചുടുന്ന ലാഘവത്തോടുകൂടി നിയമം ഉണ്ടാക്കിയായിരുന്നില്ല. നിരവധി ആലോചനകൾ, നിരവധി കമ്മിറ്റികൾ, നിരവധി ഒഴിവാക്കലുകൾ, നിരവധി കൂട്ടിച്ചേർക്കലുകൾ, കാലം എത്ര കഴിഞ്ഞാലും ആരും കുറ്റം പറയാത്ത തരത്തിൽ എല്ലാവർക്കും ശാന്തമായി എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ എഴുതി ഉണ്ടാക്കപ്പെട്ട ഒരു ഭരണഘടന. ശാഖാ പ്രസിഡന്റ് ലളിത സദാശിവൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജോയിന്റ് കൺവീനർ ബാബു അമ്മവീട് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബീന ജോൺസൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുനമ്പത്ത് ഗഫൂർ, KPCC സെക്രട്ടറി ബിന്ദു ജയൻ, കൗൺസിലർമാരായ B. മോഹൻദാസ്, ജോയി വർഗീസ്, M. നിസാർ, അഡ്വക്കേറ്റ് ദീപക് ആനന്ദൻ, KPCC സെക്രട്ടറി ബിന്ദു ജയൻ, B. മോഹൻദാസ്, ജോയി വർഗീസ്, M. നിസാർ, അഡ്വക്കേറ്റ് ദീപക് ആനന്ദൻ, P. രമേശ് ബാബു, MK വിജയഭാനു, VG ശശികുമാർ, P. പ്രസന്നൻ, ബാബു കൃഷ്ണകൃപ തുടങ്ങിയവർ പങ്കെടുത്തു. ശാഖാ ഭാരവാഹികളെ MLA ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.